വാഹനത്തിൻ്റെ ജീപ്പിൻ്റെ അന്ധകാലത്ത് ഇറങ്ങിയ മോഡലാണ് വില്ലീസ്. അതാണ് ഇതിൽ കാണിക്കുന്നത്. കിയാ സെൽറ്റോസ് ഉണ്ടോ എന്ന് വെച്ചാൽ ദുനിയാവിൽ ആകെ ഫോൺ. ഹെഡ്ലൈറ്റിൽ വ്യത്യാസമുണ്ട്, ബമ്പറിൽ വ്യത്യാസമുണ്ട്, ഗ്രില്ലിൽ വ്യത്യാസമുണ്ട്, പിന്നെ MD പറഞ്ഞിട്ടൊരു ഓപ്ഷനും വരുന്നുണ്ട്. ഇതിൽ 4 വീൽ ഡ്രൈവ്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഞാൻ ചെറിയൊരു യാത്ര പോവാണ്. ഒരു ഡൽഹി യാത്ര ഉണ്ട്, ഒരാഴ്ചത്തെ യാത്രയാണ്, പെട്ടെന്ന് പോയി വരാം. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത കുറച്ച് വിശേഷങ്ങളും കുറച്ചധികം വാഹനങ്ങളോ കുറച്ച് വാഹനങ്ങൾ കാണിക്കാം അല്ലേ. കുറച്ച് വാഹനങ്ങൾ കാണിക്കാത്ത പെട്ടെന്നുള്ള വാഹനങ്ങളൊക്കെ കാണിക്കാം. ലഫിയെ കുറച്ച് പുതിയ സ്റ്റോക്കൊക്കെ വന്നിരിക്കണു അല്ലേ. അപ്പോൾ നമ്മളെ പോണ്ടിൽ കുറച്ച് പുതിയ ഐറ്റംസ് മീനുകൾ വന്നിരിക്കണം. കണ്ടോളൂ കേട്ടോ. തീറ്റ കൊടുക്കുമ്പോൾ ആൾക്കാർ വരും. എവിടെ വരുന്നില്ലേ? അന്നെ കുഴപ്പമില്ലാന്നോ? അങ്ങനെ അന്നെ മാത്രം മീൻ എന്തൊരു ഭർത്താനാ എന്ന് ചിട്ട് കൊടുത്താൽ ഞാൻ മാറിക്കാം വെറ്റേ. അങ്ങനെയാണെങ്കിൽ കാണണല്ലോ. വന്നോ? അടാ അങ്ങനെ ഉണ്ടോ മീനുകൾക്ക് അല്ലേ? അഫിനെ പരിചയമുണ്ട്. ഞാൻ വന്നാൽ പോയി മിന്നി അങ്ങോട്ട് നോക്ക്. ഇത് സത്യം കേട്ടോ, അഫി തള്ളിയതല്ല. ഞാൻ വന്നപ്പോൾ മീനൊക്കെ പോയി. ശരിക്കും ജീവജാലങ്ങൾക്കും ബുദ്ധി ഉണ്ട് എന്നാണ്. ഇപ്പോൾ മീനുകൾക്ക് വരെ ബുദ്ധി ഉണ്ട് അല്ലേ. ഇതിൽ എത്ര മീൻ ഉണ്ടാവും? 60-65 മീനുണ്ട് അല്ലേ. അപ്പോൾ ഇതിലൊരു 60-65 ഉണ്ട്. ഇവിടെ ഒരാളുണ്ട്, ഡേഞ്ചർ ആളാണ്. ഓനൊന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇതാ ബാ. അതായത് ചീങ്കണ്ണി മത്സ്യം എന്നാണ് ഇതിനെ അറിയപ്പെടുക. അലിഗേറ്റർ ഗാർഫിഷാണ്. അതായത് മുതലിൻ്റെ സെയിം ലുക്കാണ് ഈ സാധനം. കയ്യൊക്കെ ഇട്ട് വെട്ടി കഴിഞ്ഞാണ്ടല്ലോ, കയ്യ് മുറിയിട്ടു. അത്രത്തോളം ഷാർപ്പാണ് ഇതിൻ്റെ പല്ലുകൾ. ഇതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് ചിക്കൻ, ഫിഷ് ഒക്കെയാണ് ഇവൻ്റെ തീറ്റ. ഇതുണ്ട് ഓൾറെഡി ഇതിലൊരു ചിക്കൻ പീസ് ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് ചിക്കൻ പീസ് കിടക്കുന്നുണ്ട്. ഇവിടെ അല്ല പക്ഷി മൃഗാദികൾക്കൊക്കെ ആഡംബര ജീവിതമാണ്. ഇതാണ്ടോ ചിക്കൻ പീസ് 2 എണ്ണം കഴിക്കാതെ ഇട്ടുക. അപ്പോൾ എത്ര ഇട്ട് കൊടുത്ത് കഴിക്കും അല്ലേ. അതാണ് അതിൻ്റെ മാഷാല്ലാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ 2 ആൾക്കാർ അതാണ് കണ്ടവാനും മീനുകളുണ്ട് അല്ലേ. കാണിച്ചു കൊടുക്ക്. ഇതാണോ പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കേ ഇവിടെ നമ്മളെ 3 ആളുകൾ ഇവിടെ ഉണ്ട്. അടിപൊളി. ഇവന് ആള് വില്ലനാട്ടോ. സെയിം പുലിൻ്റെ ലുക്കാണ്. ഇപ്പോൾ പുലി തുറന്ന ചാടും ഓഫിയെ കയറിട്ടില്ല അല്ലേ. സെയിം പുലിൻ്റെ ലുക്കാണ്. അതേപോലെ ഇവിടെ 2 ആളുണ്ട്. ഇവർ കപ്പിൾസാണ്. ഇവർ 2 ആളും അടിപൊളിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുതിരൻ്റെ കൂട് ഇപ്പോൾ കാലിയായി നിൽക്കുകയാണ്. അധികം വൈകാതെ ഞാൻ അഫിമാടൊന്നിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു കുതിര ഉണ്ടായിരുന്നു, പക്ഷെ അത് വേറെ ആൾക്ക് കൊടുത്തില്ല. ഇനി നമ്മളൊരു അടിപൊളി സംഭവം കുതിരനെ കൊണ്ടുവരുന്നുണ്ട്. കുതിരയ്ക്കുള്ള കൂടക്കാട് റെഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് വാഹനങ്ങൾ കാണിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് 2 BMW 5 സീരീസ് തന്നെ തുടങ്ങാം അല്ലേ. ഒന്ന് 2017 മോഡലും ഒന്ന് 2019 മോഡലും. അസിമോനും വാ. ഇവിടെ അസിമോനും ഉണ്ട്. അന്താന ഏതായാലും ഡൽഹിയിലാണ്, മോന് അപ്പുറത്തെ ഷോറൂമിലാണ്. അപ്പോൾ ഒന്ന് അസിമോനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറഞ്ഞാൽ. 2019 മോഡല് സിംഗിൾ ഓണർ 50,000 വണ്ടി, 50,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ ലക്ഷറി ലൈനിൽ വരുന്ന വണ്ടി. ഏകദേശം ഇത് ഓൺ റോഡ് ഒരു 10-80 ലക്ഷം രൂപ വില വരുന്നില്ല. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയായിട്ട് ഒരു 5 സീരീസ് ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വണ്ടി എവിടെയെങ്കിലും ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്നാൽ എടുത്ത് പോവാം. ഇത് ന്യൂ ഷേപ്പാണ്. അതായത് ഇത് 6ാമത്തെ ജനറേഷനും ഇത് 7ാമത്തെ ജനറേഷനുമാണ്. ഈ മോഡൽ കഴിഞ്ഞിട്ട് ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണിത്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ പെട്ടെന്ന് കാണാം. ഹെഡ്ലൈറ്റിൽ വ്യത്യാസമുണ്ട്, ബമ്പറിൽ വ്യത്യാസമുണ്ട്, ഗ്രില്ലിൽ വ്യത്യാസമുണ്ട്, ബോണറ്റിൽ വ്യത്യാസമുണ്ട്. അടിമുടി മാറിയിരിക്കണം. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ 17,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തുപോകണം, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു ബീജ് കളറിലാണ്, അത് ഈ വീഡിയോയിൽ കാണിക്കാം. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ഒരു ബ്രൗൺ ടച്ചിൽ ഒരു അടിപൊളി ഇൻറ്റീരിയർ ആട്ടോ വന്നത്. പക്ഷെ ഇതിലോട്ട് ടോട്ടലി മാറിയ വണ്ടിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഇതിൻ്റെ ഫങ്ഷൻസ് ആണെങ്കിലും മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു പുതിയ മോഡലിൽ ഒരു BMW 5 സീരീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയ ജെന്യൂൻ വെഹിക്കിൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വന്നോളി. ഏകദേശം 53 ലക്ഷമാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. അത്യാവശ്യം എൻക്വയറി ഉള്ള മോഡലാണ്. ഇതിൻ്റെ പുറകുവശവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ മാക്സിമം കാണിക്കുക. നമ്മളൊരു സിംഗിൾ റിവ്യൂ അല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് നമുക്കൊരു ഫോർച്യൂണർ വന്നിട്ടുണ്ടല്ലോ. അത് എത്ര മോഡലാ? അത് റയർ ആയിട്ട് വരുന്ന 2015 മോഡൽ മാനുവൽ വണ്ടിയാണ്. 4 വീൽ ഇല്ല, 2 വീൽ മാനുവൽ വണ്ടി. 4 വീൽ ഇല്ല, 2 വീൽ മാനുവൽ അല്ലേ. ഏകദേശം ഓട്ടോമാറ്റിക് ആണ് ഈ മോഡലൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ മാനുവൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ വണ്ടിയാണ്. പക്ഷെ അതിനനുസരിച്ച് മൈലേജ് കൂടുതലും കിട്ടും. 2015 മോഡല് ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്ത് ഓൾറെഡി കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടി. ഇവിടെ നമ്പറായ വണ്ടി.
നമുക്ക് ഫൈനൽ നമുക്ക് 16,50,000. അതായത് 2015 മോഡലുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്, മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അല്ലേ. ഇനി അടിപൊളി നമുക്കൊരു 4-5 ഫോർച്യൂണർ ഇപ്പോൾ ഓൾറെഡി വരുന്നുണ്ട്. മാനുവലിൽ 4x4 വണ്ടികളുണ്ട്. 4x4 ഓഫ് റോഡിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ മോഡൽ വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഹംദാൻ ഓൾറെഡി ഡൽഹിയിലുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഞാൻ ഡൽഹിയിൽ പോവാണ്, അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അതേപോലെ റേഞ്ച് റോവർ വെലാർ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. അതായത് വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഈ ഒരു വെലാർ കേട്ടോ. ഈ ഒരു വെലാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്രൈസിൽ വിലപ്പാകത്തിലാണ് ഈ വണ്ടി കിട്ടുന്നത്. നിലവിൽ ഇപ്പോൾ ഷോറൂം പോയിട്ടൊരു വെലാർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് കിട്ടൂല. അപ്പോൾ ബുക്കിംഗ് ആണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല 1,10,00,000 രൂപേൻ്റെ മേലെ വിലയും വരുന്നുണ്ട്. ഷേപ്പിലൊന്നും മാറ്റം വരാതെ 2019 മോഡൽ വണ്ടി നിങ്ങൾക്ക് 69 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. ഇനി ഇതിപ്പോൾ PY രജിസ്ട്രേഷനിലാണ്, പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ കസ്റ്റമർ പേരിൽ ലൈഫ് ടാക്സിലെ വണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അഡ്രസ്സിലെ ആളുകൾക്കാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു 7 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു 75-ൻ്റെ 80-ൻ്റെ ഉള്ളിലായാലും നിങ്ങൾക്ക് ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ ആവും. അപ്പോഴും ഇത് വിലപ്പാകം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ്. നല്ല ഡിമാൻഡാണ്. ഇനിയും നമ്മൾ ടൊയോട്ടനെ പറ്റി പറയുന്ന പോലെ ഇതിന് റീസെയിൽ മാർക്കറ്റ് കൂടാൻ സാധ്യതയുള്ളൊരു മോഡലാണ് വെലാർ. ഇനി ഒരു വണ്ടി മോഡൽ നിങ്ങൾ കാണിക്കാം. അതിൻ്റെ സിംഗിൾ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ജീപ്പ് റുബിക്കോൺ, വെറും 3000 കിലോമീറ്ററോടെ വണ്ടി. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ചാനലിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. ഇത് 2023 മാനുഫാക്ചർ ചെയ്ത് 24 രജിസ്ട്രേഷൻ ചെയ്ത് ഡെലിവറി ചെയ്ത് വെറും 3000 കിലോമീറ്റർ ഓടിയ ഒരു പുതുപുത്തൻ റുബിക്കോൺ. അതായത് ജീപ്പ് റാംഗ്ലർ റുബിക്കോൺ. ജീപ്പ് റാംഗ്ലറിൽ തന്നെ റുബിക്കോണും പിന്നെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷനേ വരുന്നുള്ളൂ. ഈ റാംഗ്ലർ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫേർട്ടിൽ ഓൺ റോഡിലും ഓഫ് റോഡിലും ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ്. പക്ഷേ റുബിക്കോൺക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഓഫ് റോഡ്, അതിനുള്ള എല്ലാ ഓഫ് റോഡിനുള്ള എല്ലാ സെറ്റപ്പും വന്നൊരു വണ്ടി. അതായത് ഒരു പുതിയ വണ്ടി നിങ്ങൾ ഷോറൂമിൽ പോയി എടുക്കണം അതേപോലെ തന്നെ എടുക്കാൻ പറ്റിയ ഒരു സ്ക്രാച്ച് പോലും വീഴാത്ത ഒരു ഓഫ് റോഡോ കാര്യങ്ങളൊന്നും ഓടിക്കാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളൊരു റുബിക്കോണും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 90 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വരും കമ്പനിയിൽ നിലവിൽ പുതിയത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 73 ലക്ഷം രൂപക്ക് ആ ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റും. അതേപോലെ ഷോറൂമിൽ നിലവിൽ ബുക്കിംഗ് 6 മാസമൊക്കെ ബുക്കിങ്ങിലെ വണ്ടികളാട്ടോ. അതാണ് ഇതിൻ്റെയൊക്കെ ഡിമാൻഡ്. ഇപ്പോൾ നമ്മളടുത്ത് 300 കിലോമീറ്റർ ഓടിയ ഹൈക്രോസ് ഉണ്ടായിരുന്നു, ഏകദേശം 18 മാസം ബുക്കിങ്ങിലെ വണ്ടി, അതൊക്കെ സെയിലായി. തീർച്ചയായിട്ടും നിങ്ങളടുത്ത് ഇത്തരം വാഹനങ്ങൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ്. ഒരു ബെറ്റർ പ്രൈസിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. അതല്ല ഒന്നും കൂടെ ഒരു ബെറ്റർ പ്രൈസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് റെഡിയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റെഡി പേയ്മെൻറ്റ് തരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ആൻഡ് സെയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ പ്രൈസിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ആ 2 പ്രൈസും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ വ്യൂവേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വണ്ടി വാങ്ങുന്നത് പോലെ തന്നെ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് നമ്മളെ ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ S ക്ലാസ്സിൽ വരുന്ന 350. ഈ വണ്ടി കാണിക്കേണ്ട വണ്ടിയാണ്. ഇതിൻ്റെ സിംഗിൾ റിവ്യൂ ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വരുന്ന വീഡിയോ ഇതിൻ്റെ റിവ്യൂ ആണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണേണ്ടതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു വിലപ്പാത്തിലാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ. ഇത് തൊട്ടടുത്ത വീഡിയോ വരുന്നുണ്ട്, ഷൂട്ടിങ് കഴിഞ്ഞുകൊണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇൻറ്റീരിയർ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ കിയ സെൽട്ടോസ് ഉണ്ട് അല്ലേ. കിയ സെൽട്ടോസ് ഉണ്ടോ എന്ന് വെച്ചാൽ ദുനിയാവിൻ്റെ ആകെ ഫോൺ ഓട്ടോമാറ്റിക് ആണ്. 2 വണ്ടി ഇവിടെ വന്നപ്പോൾ ഇതിനൊരാളും മനസ്സിനുമില്ല. വേഗം കിയ സെൽട്ടോസ് ചോദിച്ചവരൊക്കെ ശരി. GT ലൈനിൽ ഫുൾ ഓപ്ഷൻ 2 വണ്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി. 35,000 കിലോമീറ്റർ ഓടിയോ ഉണ്ട്, 85,000 ഓടിയോ ഉണ്ട്. 85,000 ഓടിന് വിലപ്പാകുണ്ട്, 1 ലക്ഷം റുപ്യ കമ്മിയുണ്ട്. ഇത് 35,000 ഓടിയിട്ടുള്ളൂ. അത്തരം വാഹനങ്ങൾ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. പുതിയ 2 അൾട്ടീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടൊയോട്ടൻ്റെ അർബൻ ക്രൂസർ 2022 മോഡല് പ്രീമിയം മാനുവലിൽ ഫുൾ ഓപ്ഷൻ വണ്ടി 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
നമുക്കൊരു 10 ലക്ഷം റുപ്യ കൊടുക്കാം നിലവിൽ ഷോറൂമിൽ ഏകദേശം 14 ലക്ഷം റുപ്യന്റെ മേലെ വില വരുന്നുണ്ട്. അപ്പൊ നമ്മളെ താറുകളൊക്കെ കൊടുത്തു അല്ലേ? ഇനിയിപ്പോ താറ് രണ്ടെണ്ണം അഡ്വാൻസ് കംപ്ലീറ്റ് കൊടുത്തു. ആരെങ്കിലും താറ് സെയിൽ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു 4-5 കസ്റ്റമർ പെൻഡിങ് ഉണ്ട്, റെഡിയിൽ പെൻഡിങ് ഉണ്ട്. തീർച്ചയായിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി പെട്രോൾ എഞ്ചിൻ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. താറിന് നമ്മളടുത്ത് ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ട്. അതേപോലെ ഈ അർബൻ ക്രൂസറിന്റെ വില പറഞ്ഞു കൊടുത്താൽ അർബൻ ക്രൂസർ നമുക്ക് 10 ലക്ഷം റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. അതേപോലെ നമുക്ക് ഹോണ്ട അമേസ് ഉണ്ട് 2022 മോഡലിന് വെറും 20,000 സെക്കൻഡ് ഓണർ വണ്ടി ഹോണ്ട അമേസ്. അതിന്റെ പ്രൈസ് നമുക്കൊരു ഫൈനൽ 6,90,000 രൂപ. അതേപോലെ ഓഡി A4കൾ നമ്മളടുത്ത് 2-3 വണ്ടി ഇനിയും സ്റ്റോക്ക് ഉണ്ട്. ഓഡി A6 ഉണ്ട്. അപ്പോൾ അത്ര വാഹനങ്ങളൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഇന്നോവ കംപ്ലീറ്റ് നമ്മളടുത്ത് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ അന്താ പോയിട്ട് 2-3 വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആകെ 2-3 വണ്ടിയെ കിട്ടിയിട്ടുള്ളൂ. ഫോർച്യൂണർ 4-5 വരുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ കാണിച്ച ഇന്നോവി ഹൈക്രോസും കൊടുത്തു. ക്രിസ്റ്റ മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇനി നമുക്ക് ഫോർച്യൂണർ 4 വീൽ ഡ്രൈവ് വരുന്നത് ഓട്ടോമാറ്റിക് പുതിയ മോഡൽ പഴയ മോഡലായിട്ട് 4-5 വണ്ടി സ്റ്റോക്ക് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊരു 10 ദിവസം കൊണ്ട് എത്തും. ഇവിടെ 17 വരുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തേണ്ട സമയം അല്ലേ? അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം അല്ലേ? ഞാൻ അഫി ഏതൊരു വണ്ടി കാണിക്കണം എന്ന് പറഞ്ഞു. ഏത് വണ്ടിയാണ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു? ജീപ്പോ? ജീപ്പ് റുബിക്കോണോ? വേറെ ജീപ്പ്. അത് ഒറിജിനൽ ജീപ്പ് മഹീന്ദ്ര ജീപ്പ് അല്ലേ? ഈ ജീപ്പ് ഓൺ ആക്കുമ്പോഴേ മീറ്ററിൽ ജീപ്പ് വരുന്നുണ്ട്. ആ ജീപ്പ് വില്ലീസ് ആണ്. അതായത് ഈ വാഹനത്തിന്റെ ജീപ്പിന്റെ അന്ധകാലത്ത് ഇറങ്ങിയ മോഡലാണ് വില്ലീസ്. അതാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ജീപ്പ് എന്ന ബ്രാൻഡിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് മഹീന്ദ്ര ഇത്തരം വാഹനങ്ങളൊക്കെ ഇറക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ജീപ്പ് വില്ലീസിൽ നിന്ന് ഇൻസ്പയർ ആയി. ഇപ്പോൾ നമ്മളെ താർ ഇറങ്ങിയത് റുബിക്കോളിനും റാംഗ്ലറിനൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് താർ ഇറങ്ങിയത് അല്ലേ? എന്നാലും ഇവർ മോശമല്ല കേട്ടോ അല്ലേ? ഓഫ് റോഡിനും ആണെങ്കിലും എല്ലാ സെറ്റപ്പിനും ഇനി ഏത് മലയും കുന്നൊക്കെ ഇവർ അടിപൊളിയായിട്ട് കയറിപ്പോവും. ഇത് ഏതാ വണ്ടി വേഗം പറഞ്ഞു? ഇത് 95 മോഡൽ ജീപ്പാണ്. കസ്റ്റമർ വെച്ചതാണ്. ഇത് ആ കസ്റ്റമറെ ഡീൽ ചെയ്തേക്കണത് അഫിയാണ്. അപ്പോൾ അഫി ഇന്നലെ തുടങ്ങിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ജീപ്പ് ഒന്ന് കാണിക്കണം. കസ്റ്റമർ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ DI ആണല്ലേ ഇത്? DI ജീപ്പാണ്. ഇതിൽ ഏതൊക്കെ എഞ്ചിൻ വരുന്നുണ്ട് അറിയാം എനിക്ക്? ഏതൊക്കെ DI ജീപ്പ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ MD ഈ മോഡൽ ജീപ്പിൽ അതായത് 89-90കളിലൊക്കെ 500D, പിന്നെ DI, പിന്നെ MD, MDI, മേജർ അത്ര സെഗ്മെൻ്റൊക്കെ ജീപ്പിൽ വരുന്നുണ്ട്. അതിൽ DI വണ്ടി അല്ലേ? 96-97ലൊക്കെയാണ് MDI വരുന്നത് അല്ലേ? പിന്നെ MD പറഞ്ഞിട്ടൊരു ഓപ്ഷനും വരുന്നുണ്ട്. ഇതിൽ 4 വീൽ ഡ്രൈവ് ഒറിജിനൽ കമ്പനി വന്നതാണ്. അപ്പൊ കമ്പനി വന്ന 4 വീൽ അല്ല. സ്റ്റാരിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2028 പേപ്പർ, 25 ഇൻഷുറൻസ്, പവർ സ്റ്റാറിംഗ് കയറ്റിയിട്ടുണ്ട്. 4 വീൽ പോലെ അഡീഷണൽ കയറ്റിയതാണ്. ഇത് സിംഗിൾ ലിവർ തന്നെ കേട്ടോ. അതായത് കമ്പനി വരുമ്പോൾ 2 ലിവർ വരുന്ന 4 വീലും വരലുണ്ട്. ഇത് സിംഗിൾ ലിവറാണ്. ഇത് 3 ഗിയറേ വരുള്ളൂ ഫ്രണ്ട്ക്ക് അല്ലേ? റിവേഴ്സ് അടക്കം 4 ഗിയർ. അപ്പോൾ 4 വീലൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ എണ്ണ ടാങ്ക് ഇവിടെ തന്നെയാണ് അല്ലേ? ബാക്കൊക്കെ ആക്കിയിട്ടൊന്നും ഇല്ല. 95 മോഡൽ അത്യാവശ്യം പുതിയ ബോഡി പണിയെടുത്താണ് അല്ലേ? ഫ്ലാറ്റും കാര്യങ്ങളും തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം അടിപൊളി വണ്ടി. വുഡ് മാറ്റാണ്ട് അല്ലേ? പേപ്പറും ടൈം ഉണ്ട്. ഇത് പുതിയത് മാറ്റി കൊടുക്കാം എടുക്കുന്ന ആൾക്കാർക്ക്. പുതിയ ഇൻഷുറൻസ്, പുതിയ റിന്യൂവൽ ഫുള്ളാണ്. എത്ര വില? 2,70,000 എന്ന് പറയുമ്പോൾ 4 വീൽ വണ്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? പിന്നെ പുതിയ ബോഡി പണിയും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും 2 റുപ്യാൻ്റെ റേഞ്ചാണ്. പിന്നെ ഈ ജീപ്പുമല്ലേ വില നോക്കരുത്, വണ്ടിക്കാണ് വില. ഇനി വില കുറച്ച് കിട്ടിയെങ്കിൽ ഒരു ബോഡി പണി എടുത്താൽ അതിൻ്റെ പൂതി തീരും, ഇതിൻ്റെ പിന്നാലെ നടന്നാണ്ടും തീരും. എഞ്ചിന് വലിയ കംപ്ലൈൻറ്റ് DIക്ക് വരില്ല, പെട്ടെന്ന് ചാകാത്ത എഞ്ചിനാണ് DI. പിന്നെ 4 വീലും ഇല്ല വണ്ടിയാണ്. കസ്റ്റമർ ചോദിക്കണ വിലയാണ്. ഇനി നിങ്ങൾ വന്ന് വണ്ടി പറ്റിയ സംസാരിക്കുമ്പോൾ കസ്റ്റമറോട് ഒന്ന് സംസാരിച്ചിട്ട് കുറക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് അഫി വാങ്ങിത്തരും. തീർച്ചയായിട്ടും അഫിനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവിടെ അഫിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓടി A4കളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. C ക്ലാസ്സുകളുണ്ട്, E ക്ലാസ് ഉണ്ട്, അൾട്ടീസ് ഉണ്ട്, ഇത്തരം വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് വാഹനങ്ങൾ പുതിയ സ്റ്റോക്ക് വന്ന് കയറാണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ ഞങ്ങളെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.